നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലെ ഒരു ട്രെൻഡ് നോക്കുക, ഈ ഒരു മൂവ്മെന്റിന്റെ സ്ട്രക്ചർ നോക്കുക. ഇന്നത്തേക്ക് ഒരു മാർക്കറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് തുടർച്ചയായിട്ട് ഇൻട്രാഡേയിൽ മാത്രം നിഫ്റ്റിനെ മാനേജ് ചെയ്യാൻ പറയുന്നത് എന്ന്. അപ്പോൾ നിഫ്റ്റിയിലും ഈ ഒരു മൂവ്മെന്റ് ഇപ്പോൾ വലിയൊരു ഗ്യാപ്പ് അപ്പിൽ നിന്ന് വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ്, താഴത്തൊരു സപ്പോർട്ടിൽ നിന്ന് അതേപോലെ തന്നെ ഒരു അപ്വേഡ് മൂവ്മെന്റ്, ഇതാണ് നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ കൃത്യമായിട്ടൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്താൽ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാം. ഇന്നത്തെ മാർക്കറ്റ് സംഭവിച്ചു നോക്കാം. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താൽ നമ്മൾ പറഞ്ഞിരുന്നത് നിഫ്റ്റിയിലെ സപ്പോർട്ട് 22,520 ആണ് സപ്പോർട്ട്. പക്ഷെ ഷോർട്ട് സെൽ ചെയ്യാനായിട്ട് 500 താഴെ നിലനിർത്തി കഴിഞ്ഞാൽ ഹയർ ലെവലിൽ നിന്ന് വലിയൊരു ഗ്യാപ്പ്, ഇത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണ്, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, ഇതിന്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് ഇതിന്റെ താഴത്തേക്ക് നിലനിർത്തിയാൽ ഹയർ ലെവലിൽ നിന്നുള്ള ഷോർട്ട് സെല്ല് ആക്റ്റീവ് ആകും. അതുപോലെ തന്നെ 22,475 സപ്പോർട്ടും, ഈ ഒരു സപ്പോർട്ടും നിഫ്റ്റി ബ്രേക്ക് ചെയ്തു. അതിനുശേഷമായാലും നിഫ്റ്റിയിൽ സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു 22,410. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓരോ സപ്പോർട്ടിൽ നിന്ന് നിഫ്റ്റി ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 22,410 നിന്ന് എക്സാക്റ്റ് ആയിട്ട് ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ നമ്മൾ സപ്പോർട്ട് നൽകുന്നത് ക്വിക്കായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ 22,385 നിഫ്റ്റി ബൗൺസ് ചെയ്തു. എല്ലാ സപ്പോർട്ടിൽ നിന്നും ബൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സപ്പോർട്ട് മെയിനായിട്ട് മാർക്കറ്റിൽ നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള സപ്പോർട്ടുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ നിഫ്റ്റി ആയാലും ഇൻ കേസ് ബൈർ ഓപ്പർച്യൂണിറ്റി വരണമെങ്കിലും അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്കെങ്കിലും നിഫ്റ്റിക്ക് അത് സസ്റ്റെയിൻ ചെയ്യണം. അതിനുശേഷമായാലും നിഫ്റ്റി ലോവർ ലെവലിൽ സപ്പോർട്ട് നൽകിയിരുന്നത് 22,330 ആണ്. 22,330 അടുത്ത് ജസ്റ്റ് ഒരു ലൈൻ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സപ്പോർട്ടിന്റെ ഒരു വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലാകും. 22,330 അടുത്തുനിന്ന് ബൗൺസ് ചെയ്ത് 22,385 മുകളിലേക്കും ക്ലോസ് ചെയ്തു. അപ്പൊ അതിനുശേഷമായാലും പിന്നീട് ഈ ഒരു ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡലിന്റെ താഴത്തേക്ക് നിഫ്റ്റി വന്നിട്ടില്ല. ഈ ഒരു ക്യാൻഡില് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ടായിട്ട് നിലനിർത്തി. മാത്രമല്ല ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട്, നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഇതൊരു ബൈ സെന്റിമെന്റ് ആണ്. അതിനുശേഷമായാലും നിഫ്റ്റിയുടെ ഒരു ബ്രേക്ക് ഔട്ട് മൊമെന്റ് ആണ്. നിഫ്റ്റിയിലായാലും വലിയൊരു മൊമെന്റ് ആണ് മുകളിലേക്കായാലും വന്നിരുന്നത്. നിഫ്റ്റി ആയാലും താഴത്തേക്ക് ഫാൾ വന്നതുപോലെ തന്നെ തിരിച്ച് കയറിക്കൊണ്ടുള്ള ഒരു അപ്വേർഡ് മൊമെന്റ് ആണ് നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അടുത്ത റെസിസ്റ്റൻസുകളൊക്കെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും അത് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി നമ്മൾ റെസിസ്റ്റൻസ് 47,705 ആണ് പറഞ്ഞത്. അതിന്റെ ഒരു മുകളിലാണ് ഓപ്പൺ. പ്രോഫിറ്റ് ബുക്കിംഗ് തുടക്കത്തിൽ വന്നെങ്കിലും സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നതാണ് ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ഫിൻ നിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ തന്നിരിക്കുന്ന ഒരു സപ്പോർട്ടിന്റെ ഒരു വർക്കിംഗ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഫിൻ നിഫ്റ്റി 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ് നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട്. മുൻപത്തെ ഒരു ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് 21,224. നിഫ്റ്റി നിലനിർത്തിയിരിക്കുന്നത് നോക്കുക. ഫിൻ നിഫ്റ്റിയിലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അതിനുശേഷമായാലും നിഫ്റ്റി ബൗൺസ് ചെയ്തിരിക്കുന്ന ഏരിയ നോക്കുക. ഫിൻ നിഫ്റ്റി ബൗൺസ് ചെയ്തിരിക്കുന്ന ഏരിയ നോക്കുക, 21,224. അപ്പൊ നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി ആയാലും നമുക്ക് വരും ദിവസങ്ങളിലായാലും നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഏതാണ് മാർക്കറ്റിൽ നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, കൃത്യമായിട്ടൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്താൽ മാത്രമാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിഫ്റ്റിനെ അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇങ്ങനത്തെ ഒരു മൊമെന്റം റൈറ്റ് ട്രെൻഡ്, റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യണം. വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ ഒരു ക്ലോസിങ്, ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ക്ലോസിങ് തെറ്റാണ്. 22,520 താഴെയാണ് നിഫ്റ്റിയുടെ ക്ലോസിങ് ആക്ച്വലി വരുന്നത്. അപ്പോൾ നിഫ്റ്റി 22,525 സപ്പോർട്ട് നിലനിർത്തുന്നുണ്ടോ നോക്കുക. 525 സപ്പോർട്ട് നിലനിർത്തി 525 മുകളിലാണെങ്കിൽ
ഇതിനൊരു മുകളിലാണെങ്കിൽ 525 മുകളിലാണെങ്കിൽ ഓപ്പൺ ചെയ്യുന്നത് 525 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 525 താഴെ സപ്പോർട്ട് വരുന്നത് ഇവിടെയാണ് സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള ഒരു ഏരിയ 22,475 സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള ഏരിയ. അപ്പൊ ഇത് രണ്ടാണ് വരും ദിവസങ്ങളിൽ ഒരു സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യത. അപ്പൊ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ സപ്പോർട്ടിന്റെ ഒരു മുകളിലാണെങ്കിൽ ബൈക്ക് തന്നെയാണ് സാധ്യത. 520 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. ഹയർ ലെവൽ 615 റെസിസ്റ്റൻസ്, അതായത് ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹൈയുടെ അടുത്താണ് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു റെസിസ്റ്റൻസിന്റെ അടുത്ത് എത്താറാവുന്ന ഒരു സമയത്ത് ഇൻ കേസ് ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താലും ഈ റെസിസ്റ്റൻസ് എത്താറാവുന്ന ഒരു സമയത്ത് തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ 525 താഴെ വീക്ക്നെസ് ആണ്. അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താലും 615 താഴെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ആണ്. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിന്റെ താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ലോവർ ലെവൽ സപ്പോർട്ടുകൾ നമുക്ക് നോക്കാം. ലോവർ ലെവൽ സപ്പോർട്ട് 370 സപ്പോർട്ടാണ്, 380 സപ്പോർട്ടാണ്. 350 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 370 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി ആണ്. 350 താഴെ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 22,200 അടുത്താണ് സപ്പോർട്ട്. 200 സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസത്തെ 2 ദിവസത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. 200 താഴെ വന്നാലും 175 സപ്പോർട്ട്. 200 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈ. അങ്ങനത്തെ ഒരു രീതിയിൽ നിഫ്റ്റിയിലെ ലോവർ ലെവൽ സപ്പോർട്ട് മാനേജ് ചെയ്യുക. ഇപ്പോൾ ഹയർ ലെവലായാലും നിഫ്റ്റിയിൽ വരും ദിവസങ്ങളിൽ നിലനിർത്തേണ്ട സപ്പോർട്ട് ഇതാണ് വരുന്നത്. ഇതിനനുസരിച്ച് കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ ആണെങ്കിൽ ഹയർ ലെവൽ റെസിസ്റ്റൻസ് 48,130. ഇപ്പൊ 130 മുകളിൽ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ 130 ബ്രേക്ക് ചെയ്ത് ഒരു ഓപ്പണിംഗ് ക്യാൻഡിൽ വന്നാൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവലിൽ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് നൽകാനില്ല. ട്രെൻഡ് റിവേഴ്സ് ആകുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് ബുക്ക് നടത്താൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ 28,130 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നാലും ഷോർട്ട് സെല്ലാണ് സാധ്യത. ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇവിടെ ഞാൻ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 48,000 അല്ല സപ്പോർട്ട് എടുക്കുന്നത് 48,000 തൊട്ട് താഴെയാണ് 47,990. അപ്പോൾ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് 47,990 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ്. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ചെറിയൊരു റേഞ്ച് ആയിരിക്കും. ഈ ഒരു റേഞ്ചിൽ നിന്ന് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്തതനുസരിച്ച് ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. 47,790 താഴെ അടുത്ത സപ്പോർട്ട് 47,705 നൽകിയിരുന്നത്. 47,705 കഴിഞ്ഞ ദിവസം നൽകിയിരുന്നത്. ടൈപ്പ് ചെയ്ത് തെറ്റിപ്പോയതാണ്. അപ്പോൾ 47,705 തന്നെ സപ്പോർട്ടായിട്ട് ഇവിടെ എടുക്കുക. 705 താഴെ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ വർക്ക് ചെയ്യും. ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയിലായാലും നിലനിർത്താൻ സാധ്യമായിട്ടുള്ള ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയിലായാലും കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് ലോവർ ലെവൽ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. ഈ ഒരു ലെവലിൽ 21,350 ആയിരിക്കും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും 21,350 ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 350 താഴെ ഓപ്പൺ ചെയ്താൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കാം. ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നതനുസരിച്ചായിരിക്കണം ഫിൻ നിഫ്റ്റിനെ മാനേജ് ചെയ്യേണ്ടത്. ഇതിന്റെ ഒരു താഴെയാണ് ഓപ്പൺ എങ്കിൽ വീക്ക്നെസ് ആണ്. ഹയർ ലെവലാണെങ്കിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെയാണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. 21,450 ഞാൻ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫിൻ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 450 മുകളിലാണെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 450 താഴത്തേക്ക് നിലനിന്ന ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 450 താഴെയാണെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്കാണ് സാധ്യത കൂടുതൽ വരുന്നത്. പക്ഷെ 350 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്.
അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആയാലും ഇത്ര ലെവൽ ഫോളോ ചെയ്ത് എക്സൈറ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.